നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൗൺസിൽ അംഗം പ്രസാദ് പറേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുര്യച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ശനിയാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം. പുഴക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചാക്കോ മുന്നിൽ പോയിരുന്ന ബസ്സിനെ മറികടക്കുന്നതിനിടെ തെന്നിവീണ് ബസ്സിനടിയിലേക്ക് മറിയുകയായിരുന്നു. ഇതോടെ ആബേലിന്റെ തലയിൽ കൂടി ബസ് കയറി. തെന്നിവീണ ശേഷം ബൈക്ക് എതിർഭാഗത്തു നിന്ന് വന്ന സ്കൂട്ടറിൽ തട്ടുകയും ചെയ്തു. ഹെൽമറ്റ് ധരിച്ചിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തെ തുടർന്ന് റോഡിലെ കുഴിയാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാരോപിച്ച് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിച്ചു. തുടർന്ന് അതിരൂക്ഷമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപാലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നതെന്നും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാജൻ ജയപാലൻ ആവശ്യപ്പെട്ടു. BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കാത്ത കോർപ്പറേഷന്റെ അനാസ്ഥയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞതിന് മേയറാണ് ഉത്തരവാദി. മേയർക്കെതിരെ കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി BJP മുന്നോട്ടു പോകുമെന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. കോർപ്പറേഷൻ കൗൺസിലർമാരായ N പ്രസാദ്, ഡോക്ടർ V ആതിര, എറണാകുളം മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് മേനോൻ, ജില്ലാ മീഡിയ കൺവീനർ ദിനേഷ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മുരളിനാഥ്, കൃഷ്ണമോഹൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് BJP പ്രവർത്തകരെയും നേതാക്കളെയും ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും പ്രവർത്തകർ പോലീസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തൃശൂർ MG റോഡിലും സമാനമായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപകടങ്ങളെ തുടർന്ന് കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദ്വാനും സംഗീതാധ്യാപകനും പുല്ലാങ്കുഴൽ നിർമ്മാണ വിദഗ്ധനുമായ TA ശിവദാസൻ എന്ന ചിത്രാംബരി ശിവദാസിനെ കുന്നംകുളം ഫെയ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദരവ് നൽകി. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആദര സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഫെയ്സ് പ്രസിഡന്റ് VK ശ്രീരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ഗാനരചയിതാക്കളായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ, കുന്നംകുളം ഫെയ്സ് സെക്രട്ടറി C മോഹനൻ, PS ഷാനു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ TA ശിവദാസൻ മറുപടി പ്രസംഗം നടത്തി. സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. TA ശിവദാസനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശനവും സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ശ്രീവത്സൻ J മേനോൻ നയിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടായി. ആവിഷ്കാര സംസ്കാരത്തെ നിലനിർത്തുന്ന ഒരു മനുഷ്യൻ. ഇതാണ് ഒരു വലിപ്പം എന്ന് പറയുന്നത്. പലപ്പോഴും വലിയ കലാകാരന്മാർ നമ്മൾ ആദരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു താര പദവിയാണ് നമ്മൾ ആദരിക്കുന്നത്. പക്ഷെ എന്നാൽ അവർ കൈകാര്യം ചെയ്യുന്ന കലകളെ ആരാണ് നിലനിർത്തുന്നത് എന്നൊരു ചോദ്യമുണ്ട്. കാടായ കാടുകളൊക്കെ അലഞ്ഞിട്ട് അവസാനം നിലമ്പൂരിലത്തെ കാളികാവ് വനത്തിൽ നിന്നൊക്കെയാണ് അദ്ദേഹം അതിനുള്ള മുളകൾ കണ്ടെത്തിയത്. കാരണം എല്ലാ മുളകളുടെ പോലെ അതിനെപ്പറ്റി അദ്ദേഹം ഡോക്യുമെൻ്ററിയിൽ പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ശിവദാസനെ ആദരിക്കേണ്ടത് ഒരു ജനതയുടെ ചുമതലയായി ആണ്
ആ ചുമതലയാണ് ഫേസ് ഏറ്റെടുത്തത്. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ചൂണ്ടൽ ചിറപ്പറമ്പ് ട്യൂബ്ലൈറ്റ് റോഡിൽ പ്രദേശവാസിയായ മണികണ്ഠന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ACP CR സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിലാണ് ചീട്ടുകളി സംഘം പിടിയിലായത്. കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, തൃശൂർ തുടങ്ങി വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരാണ് ഇവിടെ ചീട്ടുകളി നടത്തിയിരുന്നത്. ഡാൻസ് ഓഫ് സംഘം കുറച്ചു ദിവസമായി ഇവിടെ നിരീക്ഷിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിയോടെയാണ് വീട് വളഞ്ഞ് ചീട്ട് കളിക്കുന്നതിനായി എത്തിയ 16-അംഗ സംഘത്തെ കസ്റ്റഡിയിലെടുത്തത്. 19 മൊബൈൽ ഫോണും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സംഘവും കുന്നംകുളം പോലീസും ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. സംഘാംഗങ്ങളുടെ വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, CPOമാരായ അനീഷ്, രവി, അഖിൽ കൃഷ്ണ, സുഗതൻ, സുനിൽ, കണ്ണൻ, കബീർ, പ്രവീൺ എന്നിവരും ചീട്ടുകളിക്കാരെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സമീപകാലത്ത് പോലീസ് പിടികൂടിയ ഏറ്റവും വലിയ തുകയാണ് ചീട്ടുകളി സംഘത്തിൽ നിന്നും കണ്ടെടുത്തത്. ഗുരുവായൂർ നിയോജക മണ്ഡലം തല പട്ടയമേളയ്ക്ക് മുന്നോടിയായി MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജൂലൈ 28-ന് വൈകിട്ട് 3 മണിക്ക് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ അൽസാക്കി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പട്ടയമേള റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലായി 145 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. പുറമ്പോക്ക് പട്ടയങ്ങൾ 60, ദേവസ്വം പട്ടയങ്ങൾ 20, ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങൾ 65 എന്നിങ്ങനെയാണ് വിതരണത്തിന് തയ്യാറായിട്ടുള്ളത്. പുന്നയൂർ പഞ്ചായത്തിലെ അകലാട്, മുന്നേനി പ്രദേശത്തെ ജനങ്ങളുടെയും എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ ജനങ്ങളുടെയും ദശാബ്ദങ്ങളായുള്ള പട്ടയ പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകുകയാണ്. MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, ജാസ്മിൻ ഷഹീർ, വിജിത സന്തോഷ്, തഹസീൽദാർ കിഷോർ കുമാർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ചക്കംകണ്ടം മാലിന്യ പ്ലാന്റ് പദ്ധതി പ്രവർത്തനം സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് AICC മെമ്പർ അനിൽ അക്കര ആവശ്യപ്പെട്ടു. പാവർട്ടി, തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ പ്ലാന്റ് പ്രവർത്തനം ഭാഗികമാണെന്നും പ്ലാന്റിലേക്കുള്ള വിതരണ ശൃംഖല പദ്ധതിയുടെ 1% പോലും പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിനും വാട്ടർ അതോറിറ്റിക്കും കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ 20 കോടിയിലധികം ചെലവ് ചെയ്ത് നടപ്പിലാക്കിയ പദ്ധതിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, DCC സെക്രട്ടറി സിജു പാവർട്ടി, അർബൻ ബാങ്ക് ചെയർമാൻ AT സ്റ്റീഫൻ മാസ്റ്റർ, ജനപ്രതിനിധികളായ BV ജോയ്, അജിത അജിത്, വിൻസി ജോഷി, KM മെഹറൂഫ്, KV സത്താർ, ലതാ പ്രേമൻ, PS രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജനപ്രതിനിധികളുടെ സംഘം പ്ലാന്റും പരിസര പ്രദേശങ്ങളും സന്ദർശിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനം ഭാഗികമാണെന്നും പ്ലാന്റിലേക്ക് അഴുക്കുജലം കടത്തിവിടുന്ന വിതരണ ശൃംഖല ഉപയോഗിക്കാതെ ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും നേരിട്ട് പുഴയിലേക്ക് ഒഴുക്കിവിടുകയാണെന്നും 1000-ലധികം സ്ഥാപനങ്ങളുള്ള ഈ പ്രദേശത്തെ 100-ൽ താഴെ സ്ഥാപനങ്ങൾ മാത്രമാണ് പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ളതെന്നും സംഘം വിലയിരുത്തി. ഗുരുവായൂർ, മണലൂർ, നാട്ടിക തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിലെ പരിസ്ഥിതിക്കും ജനജീവിതത്തിനും ഭീഷണിയായി മാറിയ പദ്ധതിക്കെതിരെ നിയമസഭ പരിസ്ഥിതി കമ്മിറ്റിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു. മുരളി ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിനും പങ്കെടുത്തതായി നമ്മൾ കാണുന്നില്ല. യോഗങ്ങളിലൊക്കെ ഗുരുവായൂർ MLAയുടെ യോഗങ്ങളാണ് കണ്ടത്. അപ്പോൾ ഈ മുരളി പെരുന്നെല്ലിയുടെ ഗൗരവപരമായ കുറ്റകരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം തേക്കാട് പാവർട്ടി പ്രദേശങ്ങളുമായി തനിക്കൊരു ബന്ധവുമില്ല, എൻ്റെ അസംബ്ലി മണ്ഡലത്തിൽ ഇതില്ല എന്ന് പറയാൻ അദ്ദേഹം തയ്യാറാണ്. അപ്പോൾ 2 ജനപ്രതിനിധികളുടെ കുറ്റകരമായ അനാസ്ഥ അതിനകത്തുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റകരമായ അനാസ്ഥയുണ്ട്, നഗരസഭകളുടെ കുറ്റകരമായ അനാസ്ഥയുണ്ട്. ഇതൊരു വളരെ ഗൗരവതരമായ വിഷയമാണ്. സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി സർക്കാരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയെ സമീപിക്കുന്നത്. പുന്നയൂർ പഞ്ചായത്തിലെ 72 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം ജൂലൈ 28 തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പട്ടയ വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്തിലെ എടക്കഴിയൂർ ഫിഷറീസ് കോളനിയിലെ 15 കുടുംബങ്ങൾക്കും അകലാട് മുന്നേനിയിലെ 45 കുടുംബങ്ങൾക്കും മറ്റു പ്രദേശങ്ങളിലെ 12 കുടുംബങ്ങൾക്കും ഉൾപ്പെടെ 72 കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്യുക. അകലാട് അൽസാക്കി മെഹന്തി ഗാർഡനിൽ നടക്കുന്ന പട്ടയമേളയുടെ വിജയകരമായ നടത്തിപ്പിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം
ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് പുന്നയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ അറിയിച്ചു. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കീഴൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ശനിയാഴ്ച രാവിലെ 6 മണിക്ക് ക്ഷേത്രത്തിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹോമകുണ്ഡത്തിൽ മഹാഗണപതി ഹോമം ക്ഷേത്രം തന്ത്രി പോർക്കുളം കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് 9-ന് ഗജപൂജയും ആനയൂട്ടും ആരംഭിച്ചു. കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ്, ഗജവീരൻ ചെമ്പൂക്കാവ് വിജയ് കണ്ണന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, ദേവസ്വം ഓഫീസർ അഖിൽ നന്ദകുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആനയൂട്ടിൽ 25 ആനകൾ പങ്കെടുത്തു. ആനയൂട്ടിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമത്തിന്റെ പ്രസാദവും ഊട്ടുപുരയിൽ പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. കീഴൂർ ശ്രീകാർത്തിയാനി ദേവീക്ഷേത്ര സംയുക്ത ഉത്സവ സമിതിയുടെ സഹകരണത്തോടെ നടന്ന ആനയൂട്ടിൽ നിരവധി പൂരാഘോഷ കമ്മിറ്റികൾ പങ്കെടുത്തു. സംഘാടക സമിതി ഭാരവാഹികളായ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PG റോയ്, സെക്രട്ടറി VV വിമൽ, ട്രഷറർ അഖിൽ നന്ദകുമാർ, ജനറൽ കൺവീനർ C പ്രവീൺകുമാർ എന്നിവർ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. കടപ്പുറം പഞ്ചായത്തിൽ 9-ാം വാർഡിലെ ജാറം ഭാഗത്തും കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ പരിസരത്തും പുഴഭിത്തി നിർമ്മിക്കുന്നതിന് 82 ലക്ഷം രൂപ അനുവദിച്ചതായി NK അക്ബർ MLA അറിയിച്ചു. ജാറം ഭാഗത്തും മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന്റെ സമീപത്തും ചേറ്റുവ പുഴയിൽ നിന്നും വെള്ളം കയറുന്നതിന് ഇതോടെ പരിഹാരമാകും. NK അക്ബർ MLAയുടെ ആവശ്യപ്രകാരമാണ് ഇറിഗേഷൻ വകുപ്പ് തുക അനുവദിച്ചത്. പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു പുഴഭിത്തി നിർമ്മാണം. UDF പാലയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വർഷങ്ങളായി മാലിന്യ ദുരിതം അനുഭവിക്കുന്ന പാലയൂർ പ്രദേശവാസികളുടെ വിഷയത്തിൽ നഗരസഭ 13-ാം വാർഡ് കൗൺസിലറുടെ മൗനം പ്രദേശവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ പറഞ്ഞു. ദസ്തഗീർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. 14-ാം വാർഡ് കൗൺസിലർ സുപ്രിയ രാമചന്ദ്രൻ, UDF നേതാക്കളായ ലത്തീഫ് പാലയൂർ, PM അനസ്, PV പീറ്റർ, PV മനാഫ്, സുഭാഷ് പൂക്കാട്ട്, ആസിഫ് വലിയകത്ത്, AT മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ചക്കംകണ്ടം പാലത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ 100ഓളം പേർ പ്രതിഷേധ ചൂട്ടുമായി പങ്കെടുത്തു. AH ആരിഫ് സ്വാഗതവും അനീഷ് പാലയൂർ നന്ദിയും പറഞ്ഞു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൗൺസിൽ അംഗം പ്രസാദ് പറേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുരിയച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഓണക്കാലത്ത് അധികമായി 5 കിലോ അരി വിതരണം ചെയ്യണമെന്ന ആവശ്യം കേന്ദ്ര സർക്കാർ നിഷ്കരണം തള്ളിയിരിക്കുന്നു. പണം കൊടുത്ത് അരി വാങ്ങാൻ കഴിവുള്ളവരുടെ എണ്ണം കേരളത്തിൽ കൂടുതലാണെന്നാണ് കേന്ദ്രത്തിന്റെ ന്യായം. ആവശ്യമെങ്കിൽ അധിക വില നൽകി വാങ്ങിക്കൊള്ളാനാണ് നിർദ്ദേശം. തികച്ചും ജനദ്രോഹപരമായ ഈ നിലപാടിന് പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നുമല്ലെന്നും പ്രസാദ് പറേരി പറഞ്ഞു. ജനങ്ങളുടെ നിലനിൽപ്പിനുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഭരണഘടനാപരമായ ഉത്തരവാദിത്തവും കേന്ദ്ര സർക്കാർ സൗകര്യപൂർവ്വം മറക്കുകയാണ്. കേരളത്തിന്റെ പ്രധാന ഭക്ഷ്യവിഭവമായ അരിയുടെ വിലക്കയറ്റം ജനങ്ങളെയൊക്കെ സാമ്പത്തികമായി ഉലയ്ക്കും. അത് ജനരോഷത്തിനിടയാക്കുകയും അവർ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുകയും ചെയ്യും എന്ന കണക്കുകൂട്ടലിലാണ് NDA ഗവൺമെന്റിന്റെ ഈ ജനദ്രോഹ നിലപാട് എന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. AIF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KA അഖിലേഷ്, ജില്ലാ സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കനിഷ്കൻ വല്ലൂർ, VK വിനീഷ്, TP സുനിൽ, KA അഭിറാം എന്നിവർ സംസാരിച്ചു. ഒരുമനയൂരിലെ യുവജന ക്ലബ്ബുകളോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗണന അവസാനിപ്പിക്കുക, സ്പോർട്സ് കിറ്റ് എവിടെ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി യൂത്ത് കോൺഗ്രസ് ഒരുമനയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യുവജന ധർണയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡല നേതാക്കളായ സാന്ദ്ര കൊച്ചു, മേഘ സേവ്യർ, മനു ആന്റോ, ചാൾസ് ചാക്കോ, OU വിഷ്ണു, കെവിൻ ജോഷി, മുഹമ്മദ് റാസൽ, ജവഹർ ബാൽമഞ്ച് മണ്ഡലം പ്രസിഡന്റ് ഇമ്രാൻ, KSU മണ്ഡലം ഭാരവാഹികൾ, കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അവരെ ആ ക്ലബ്ബുകൾക്ക് കായികപരമായി പ്രചോദനം നൽകുന്നതിന് വേണ്ടി, പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ പഞ്ചായത്ത് നഗരസഭാ പ്രദേശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്കും ഏറ്റവും മിനിമമായ സ്പോർട്സ് കിറ്റ് ലഭ്യമാക്കിക്കൊണ്ട് അവരെ അതിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു ഭരണ സംവിധാനം വിവിധ ഇടങ്ങളിൽ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചു. തൊട്ടടുത്ത കടപ്പുറം പഞ്ചായത്തിൽ
50-ലധികം ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കടപ്പുറം പഞ്ചായത്തിന് കീഴിൽ പോലും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സ്പോർട്സ് കിറ്റുകൾ ലഭ്യമാക്കിയ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ അന്തിയുറങ്ങിയിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് തണലൊരുക്കി ഗുരുവായൂർ നഗരസഭ. സന്നദ്ധ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെയാണ് തെരുവിൽ അന്തിയുറങ്ങിയിരുന്ന ദമ്പതികളെ നഗരസഭ അഗതി മന്ദിരത്തിലേക്ക് പുനരധിവസിപ്പിച്ചത്. തിരുവെങ്കിടം സ്വദേശിയായ 78-കാരൻ മോഹൻദാസും ഭാര്യ 62 വയസ്സുള്ള രാധയും മമ്മിയൂരിലെ വാടക ഫ്ളാറ്റിൽ നിന്നും തെരുവിലേക്ക് ഇറങ്ങിയിട്ട് 2 മാസത്തിലേറെയായി. 15 വർഷത്തോളം പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന മോഹൻദാസിന് പ്രായാധിക്യം മൂലം ജോലി ചെയ്യാനാകാതെ വന്നതോടെ വരുമാനം നിലച്ചു. ഫ്ളാറ്റിന്റെ വാടക മുടങ്ങിയതിനെ തുടർന്ന് ഇരുവർക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയായിരുന്നു. മേൽപ്പാലത്തിനു താഴെ തുറസായ സ്ഥലത്ത് കനത്ത മഴയിൽ തണുത്തു വിറച്ചിരിക്കുന്ന വൃദ്ധ ദമ്പതികളെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ അജു എം ജോണി നഗരസഭാ ചെയർപേഴ്സൺ എം കൃഷ്ണദാസിനെ നേരിൽ കണ്ട് ദയനീയാവസ്ഥ ബോധ്യപ്പെടുത്തുകയായിരുന്നു. തെരുവുകളിൽ കഴിയുന്ന സ്വന്തമായി സ്വത്തോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തവരിൽ അർഹരെ കണ്ടെത്തി അഗതികളാണെന്ന് തെളിയിക്കുന്ന പക്ഷം തീർച്ചയായും അഗതി മന്ദിരത്തിൽ അന്തേവാസിയായി പരിഗണിക്കുന്നതായിരിക്കുമെന്ന് ചെയർമാൻ ഉറപ്പു നൽകി. ദമ്പതികൾക്ക് സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ തയ്യാറാക്കുന്നതിന് ജനപ്രതിനിധികളെ വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. ഒടുവിൽ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO അജയ് കുമാറിന്റെ സഹകരണത്തോടെ വില്ലേജ് ഓഫീസ്, താലൂക്ക് ആശുപത്രി തുടങ്ങിയ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങി സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്താൻ സേവ് ഗുരുവായൂർ മിഷൻ പ്രവർത്തകരായ MV ബിജു, ER ഗോപിനാഥൻ, ഗിരീഷ് ജയഘോഷ് എന്നിവരും ഒപ്പം ചേർന്നു. കാലങ്ങളേറെയായി ഗുരുവായൂരിലെ തെരുവുകളിൽ അലയുന്നവരുടെ വിഷയത്തിൽ നഗരസഭയുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കാൻ 2024 ഒക്ടോബറിൽ മഞ്ജുളാൽ പരിസരത്ത് അനിശ്ചിതകാല നിരാഹാര സമരം നടന്നിരുന്നു. അന്ന് നഗരസഭാ ചെയർമാൻ നടത്തിയ പ്രഖ്യാപനങ്ങളിൽ മേൽനടപടികൾ ഉണ്ടായതിൽ അതിയായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നതായും തെരുവോരങ്ങളിൽ തുടരുന്നവരുടെ പുനരധിവാസത്തിന് വ്യവസായി ഗോകുലം ഗോപാലന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവരുന്നതായും സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനും കലാസാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമായ ശിവജി ഗുരുവായൂർ അറിയിച്ചു. ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ വിപുലമായ ഉദ്ഘാടനത്തിന് 251 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ഓഗസ്റ്റ് 2 വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം നടത്തുവാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ, പ്രഭാത്, ബിന്ദു, വിവിധ വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ ചെയർമാനായും സെക്രട്ടറി രേഖ കൺവീനറായും രൂപീകരിച്ച 251 അംഗ കമ്മിറ്റിയിൽ നിന്നും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സ്വാഗതവും സെക്രട്ടറി KR രേഖ നന്ദിയും പറഞ്ഞു. 6 മക്കളുണ്ടായിട്ടും അനാഥൻ. തുടയെല്ല് തകർന്ന 80-കാരൻ പരിചരിക്കാൻ ആളില്ലാതെ വേദന തിന്ന് ബുദ്ധിമുട്ടുന്നു. പട്ടിത്തറ പഞ്ചായത്തിലെ കരിയമ്പറമ്പ് 4 സെന്റ് ഗ്രാമത്തിൽ തുറക്കപ്പറമ്പിൽ കുഞ്ഞിക്കോയാണ് വീഴ്ചയിൽ വേദനകളോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം തേടുകയാണ് ഈ 80-കാരൻ. മൂന്ന് ദിവസം മുമ്പ് തന്റെ വീടിനോട് ചേർന്ന് വീണ മരം വെട്ടി മാറ്റുന്നതിനിടെയാണ് കുഞ്ഞിക്കോയ തെന്നി വീണത്. തുടർന്ന് സമീപത്തെ ബന്ധുക്കൾ ചേർന്ന് ആലൂരിലെ സ്വകാര്യ ക്ലിനിക്കിൽ എത്തിച്ചു. അവിടെ നടന്ന പരിശോധനയിലാണ് തുടയെല്ല് പൊട്ടിയതായി കണ്ടെത്തിയത്. ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. എന്നാൽ ആശുപത്രിയിൽ പരിചരിക്കാൻ ആളില്ലാത്തതിനാൽ കുഞ്ഞിക്കോയയെ സ്വകാര്യ ക്ലിനിക്കിൽ നിന്നും തിരികെ വീട്ടിലേക്ക് തന്നെ മാറ്റി. നിലവിൽ വിണ്ടുകീറിയ മൺചുമരുകളും ഏതു നിമിഷവും തകർന്നു വീഴാറായ മേൽക്കൂരയുമുള്ള വീട്ടിലെ ഇരുട്ടുമുറിയിൽ ഓരോ നിമിഷവും വേദനയോട് മല്ലിട്ട് ജീവിതം തള്ളി നീക്കുകയാണ് ഇയാൾ. എങ്ങനെ നല്ല വേദന ഉണ്ടോ?
മൂന്ന് ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തതാണ് കുഞ്ഞിക്കോയയുടെ ദുർവിധി. പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ പരസഹായം വേണമെന്നിരിക്കെ സമീപവാസികളുടെയും മറ്റും കരുണയിലാണ് കഴിക്കാൻ ഭക്ഷണം നൽകി വരുന്നത്. ആൾക്കാരൊന്നുമില്ല, ബന്ധുക്കളൊന്നും ഇല്ല, മക്കളൊക്കെ ഉണ്ട്, 8-9 മക്കളൊക്കെ ഉണ്ട്. അവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇവിടെ കിടപ്പ് തന്നെയാണ്. അതിൻ്റെ ബന്ധുക്കളൊക്കെ വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ വീഴാറായിട്ടുള്ളൊരു വീടാണ്. എപ്പോഴത് വീഴാന്നറിയില്ല, അതിൻ്റെ ഉള്ളിലാണ് മൂപ്പര് കിടപ്പ്. ഓരോ മണിക്കൂറുകൾ വൈകുമ്പോഴും പൊട്ടിയ തുടയെല്ലിനായുള്ള ചികിത്സാ സാധ്യതകളും കുറഞ്ഞുവരികയാണ്. പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാവ മാളിയേക്കൽ എന്നിവർ വീട്ടിലെത്തി കുഞ്ഞിക്കോയെ സന്ദർശിച്ചു. ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഇവർ തയ്യാറാണെങ്കിലും ആശുപത്രിയിൽ കൂട്ടിരിക്കാൻ ആളില്ലാത്തതാണ് തുടർ ചികിത്സയെ പ്രതിസന്ധിയിലാക്കുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തകർന്നു വീഴാറായ വീടിന് മുകളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. 6 മക്കളുണ്ടായിട്ടും അനാഥ ജീവിതം നയിക്കുന്ന കുഞ്ഞിക്കയെ സഹായിക്കാൻ സുമനസ്സുള്ളവർ എത്തുമെന്ന പ്രതീക്ഷ മാത്രമാണിനി ബാക്കി. മക്കൾക്ക് വിളിച്ചു നോക്കി, അപ്പോൾ മക്കൾ പറഞ്ഞ് ഞങ്ങൾക്ക് നോക്കാൻ പറ്റില്ല, വേറെ ആളുടെ വിളിച്ചോളിയാണ് മക്കൾ പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. ഇതെന്തായാലും പൊടിഞ്ഞു വീകാറായിരിക്കുന്ന വീട്, അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഞമ്മളിനൊക്കെയാണ് ഭക്ഷണം കൊടുക്കുന്നത്. തിങ്കളാഴ്ച മുതൽ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കുമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ അധികാരികൾ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചാവക്കാട് ചേറ്റുവ ദേശീയപാത ഉടൻ സഞ്ചാരയോഗ്യമാക്കുക എന്ന ആവശ്യമുന്നയിച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ ധർണ സംഘടിപ്പിച്ചു. തെക്കേ ബൈപ്പാസിൽ നടന്ന ധർണ ഗുരുവായൂർ നഗരസഭാ ചെയർമാനും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്ക്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AH അക്ബർ, MR രാധാകൃഷ്ണൻ, മാലിക്കുളം അബ്ബാസ്, CPI ലോക്കൽ സെക്രട്ടറി AA ശിവദാസൻ, CPM ലോക്കൽ സെക്രട്ടറിമാരായ PS അശോകൻ, AA മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്ര ക്ഷേമ സമിതിയും ആര്യ ഐ കെയറും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ തലക്കോട്ടുകര ക്ഷേത്രം ശിവശക്തി ഓഡിറ്റോറിയത്തിലാണ് ക്യാമ്പ്. ക്യാമ്പിൽ സൗജന്യ നേത്ര പരിശോധന, മരുന്നുകൾ, കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് പ്രത്യേക പാക്കേജുകൾ, അർഹരായ നിർധന രോഗികൾക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ, ഡോക്ടർ നിർദ്ദേശിക്കുന്ന കണ്ണടകൾക്ക് പ്രത്യേക ഇളവുകൾ, തുടർ ചികിത്സ ആവശ്യമുള്ളവർക്ക് തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയിൽ സൗകര്യം എന്നീ സേവനങ്ങളും മെഡിസെപ് KSP ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 99 61 20 69 61 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന V കേശവൻ അനുസ്മരണവും SSLC+2 വിദ്യാർത്ഥികൾക്ക് രാജീവ് ഗാന്ധി പുരസ്കാര വിതരണവും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി, കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, UDF നിയോജക മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട് മണികണ്ഠൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, നേതാക്കളായ TK ദേവസി, NK കബീർ, സഫീന അസീസ്, PS സുനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേശവേട്ടനായിട്ട് KSUവിൽ വരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. ഖാദി രംഗത്ത് പ്രത്യേകിച്ച് അവണിശ്ശേരിയിലെ ഖാദിയുടെ സെക്രട്ടറിയായി, അതിൻ്റെ ചെയർമാനും മുൻ മന്ത്രിയും മുൻ DCC പ്രസിഡൻ്റൊക്കെ ആയിരുന്ന CN ബാലകൃഷ്ണൻ്റെ ഒരു സഹചാരി പോലെ എന്നും സഞ്ചരിച്ചിരുന്ന ഒരാളാണ് കേശവൻ. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും വലിയൊരു മെറിറ്റ് എന്ന് പറയുന്നത്, ഏതൊരു കാര്യം ആര് സംസാരിക്കുമ്പോഴും ഇടയിൽ കയറി സംസാരിക്കില്ല, ഒക്കെ ഇങ്ങനെ കേട്ട് നിന്നിട്ട് അതിന് ശേഷം മാത്രമേ മറുപടി പറയൂ.
പുന്നൂർകുളം പഞ്ചായത്ത് തൃപ്പറ്റു 4-ാം വാർഡിൽ നിർമ്മിച്ച അങ്കണവാടി നാടിന് സമർപ്പിച്ചു. പഞ്ചായത്തിലെ ശീതീകരിച്ച ആദ്യ അങ്കണവാടിയാണ് ഇത്. 14 നമ്പർ അങ്കണവാടിക്ക് നിർമ്മിച്ച കെട്ടിടം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രേമ സിദ്ധാർത്ഥ്, ആലത്തയിൽ മൂസ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗ്രീഷ്മ ഷനോജ്, മെമ്പർമാരായ ശോഭ പ്രേമൻ, അനിത, അജിത, ഹാജിറ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു മാസ്റ്റർ, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു. റിട്ടയർഡ് വർക്കർ അമ്മുക്കുട്ടി, സിസിലി, കോൺട്രാക്ടർ സുനിൽ എന്നിവരെ ആദരിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ ഷാജഹാൻ കടവല്ലൂർ അങ്കണവാടിയിലെ കുട്ടികൾക്കും അതിഥികൾക്കും ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിസാർ സ്വാഗതവും ICDS സൂപ്രണ്ട് സിന്ധു നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർ ബിന്ദു ടീച്ചർ, അങ്കണവാടി വർക്കർ മിനി, ഹെൽപ്പർ രാധ എന്നിവർ നേതൃത്വം നൽകി. MLA ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചെലവിട്ടാണ് 594 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടം പണിതത്. ഹാൾ, കുട്ടികൾക്കായി പ്രത്യേകം സജ്ജീകരിച്ച മുറി, അടുക്കള, സ്റ്റോർ റൂം, ശുചിമുറികൾ എന്നിവയാണ് കെട്ടിടത്തിലുള്ളത്. അങ്കണവാടിക്ക് ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിൽ നിന്നും ഇവിടേക്കുള്ള 60 മീറ്ററോളം 3 അടി വീതിയിലുമുള്ള നടവഴി കട്ട വിരിച്ചു. AC, LED TV ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പഞ്ചായത്തിൽ എയർ കണ്ടീഷൻ സ്ഥാപിച്ച ആദ്യ അങ്കണവാടിയാണ് ഇത്. LSDD എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല. 2023 നവംബറിലാണ് അങ്കണവാടിയുടെ ശിലാസ്ഥാപനം നടത്തിയത്. കെട്ടിടം പണി വേഗത്തിൽ പൂർത്തിയായെങ്കിലും വൈദ്യുതീകരണ ടെൻഡർ നടപടി വൈകി. 4.5 വർഷത്തിനിടെ സ്മാർട്ട് സംവിധാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കിയ പഞ്ചായത്തിലെ 7ാമത്തെ അങ്കണവാടിയാണിത്. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന V. കേശവൻ മാസ്റ്ററുടെ 2ാം ചരമവാർഷികത്തിൽ എരുമപ്പെട്ടി യങ് ഇന്ത്യ ക്ലബ് നേതൃത്വത്തിൽ 2ാമത് ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. യുണൈറ്റഡ് സ്പോർട്സ് ഹബിൽ നടന്ന മത്സരം കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ പഞ്ചായത്ത് അംഗം KR ഗിരീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MK ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MM സലിം, പഞ്ചായത്ത് മെമ്പർ സുധീഷ് പറമ്പിൽ, കോൺഗ്രസ് നേതാക്കളായ PS സുനീഷ്, സഫീന അസീസ്, അഡ്വക്കേറ്റ് PK ശ്യാം, യദുകൃഷ്ണൻ, സുനിൽ തോമസ്, മാത്യൂസ് കുണ്ടന്നൂർ, നിഖിൽ തെക്കൂട്ട്, രഘു കരിയന്നൂർ, ഹൈദർ കരിയന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. മത്സരത്തിൽ ചെമ്പൻ FC തൃശൂർ കിരീടം നേടി. LFC ഇട്ടോണം റണ്ണറപ്പുകളായി. പുന്നൂർകുളം സംസ്കാര GCC സംഘടിപ്പിക്കുന്ന VP മാമു സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് AEO ഓഫീസിന് സമീപത്തെ സംസ്കാര GCC ഓഫീസിൽ നടക്കുന്ന ചടങ്ങ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയാകും. ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. SSLC, +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയും മറ്റു മേഖലയിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കും. സാംസ്കാരിക സംഗീത കൂട്ടായ്മയായ താൾ ഓഫ് സംസ്കാരിക്കും ചടങ്ങിൽ ആരംഭം കുറിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അഹമ്മദ് സഹൽ, ഇന്ത്യ നേപ്പാൾ ഇന്റർനാഷണൽ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ജിജമോൾ, യൂറോപ്യൻ കമ്മീഷന്റെ മേരി ക്യൂറി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ ഐശ്വര്യ, അക്യുപഞ്ചർ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ഷഹീറ ഷെരീഫ്, NPC മിസ്റ്റർ കേരള ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടിയ KS അബ്ജിത്ത് എന്നിവരെയും ചടങ്ങിൽ അനുമോദിക്കും. സംസ്കാര ജനറൽ സെക്രട്ടറി TM ഷമീദ്, കോർഡിനേഷൻ ചെയർമാൻ MK രഘുനാഥ്, മൂസക്കുട്ടി, V. ഷഹീൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UAE-യിലെ കുന്നംകുളം പ്രവാസികളുടെ കൂട്ടായ്മയായ സമത കുന്നംകുളം SSLC, +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. കുന്നംകുളം ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. സമത പ്രസിഡന്റ് UV അനിൽ അധ്യക്ഷത വഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K. കൊച്ചനിയൻ സംസാരിച്ചു. സമത സെക്രട്ടറി സുരേഷ് കണ്ടമുള്ളി സ്വാഗതവും VR രമിത്ത് നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ബിനോജ് ക്ലാസ് നയിച്ചു. തൃത്താല ബ്ലോക്ക് കോപ്പറേറ്റീവ് അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി ചാലിശ്ശേരിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് നടത്തി. ചാലിശ്ശേരി PP ഓഡിറ്റോറിയത്തിൽ നടന്ന സദസ്സ് മുൻ തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ LSS USS വിജയികളെ അനുമോദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മെഡിക്കലും മിടുക്കന്മാരുമായിട്ടുള്ള കുട്ടികൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ട്രോഫിക്കോടെ ഇതാണല്ലേ, ഈ തരം ഒരു അനുമോദന പത്രമാണ് നിങ്ങൾക്കായി ഉപഹാരമായിട്ട് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ ഞാൻ എല്ലാ വിജയികളെയും അതിൻ്റെ പേരിൽ ഹാർദമായി അഭിനന്ദിക്കുകയാണ്.
കാരണം നിങ്ങളെപ്പോലെ എൻ്റെ 2 കുട്ടികളും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള പണം ലഭിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നതും സ്കൂൾ യൂണിഫോമിന്റെ പണം വൈകിക്കുന്നതും ചൂണ്ടിക്കാട്ടിയ വി.ടി. ബൽറാം ഇവ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നും കൂട്ടിച്ചേർത്തു. സൊസൈറ്റി പ്രസിഡന്റ് എം സേതുമാധവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ചാലിശ്ശേരിയിലെ പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകിയ മെഡിക്കൽ കോട്ട സമ്മാനിച്ചു. പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികളായ ജലീൽ നരിക്കാട്ടിൽ, കോയ മൈലാടിക്കുന്ന് എന്നിവർ ഏറ്റുവാങ്ങി. ലഹരിക്കെതിരെ ഏകപാത്ര നാടകത്തിലൂടെ ബോധവൽക്കരണം നടത്തുന്ന ഗോപിനാഥ് പാലഞ്ചേരിയെ ആദരിച്ചു. മേഖലയിൽ നിന്ന് USS, LSS സ്കോളർഷിപ്പ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു. ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KM ചന്ദ്രശേഖരൻ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, സൊസൈറ്റി ഡയറക്ടർമാരായ ബാവ മാളിയക്കൽ, MM അഹമ്മദുണ്ണി, VK യൂസഫ്, PA ബഷീർ, PK അപ്പുണ്ണി, ഓമന പാലഞ്ചേരി, A കമലം, AV പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കേച്ചേരി യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ നിർവഹിച്ചു. കൈപ്പറമ്പ് ജാസ്മിൻ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച AKPA യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് PU വിജീഷ് അധ്യക്ഷനായി. കുന്നംകുളം മേഖലാ പ്രസിഡന്റ് PY റാഫി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മാൻ, കുന്നംകുളം മേഖലാ സെക്രട്ടറി നൌഷാദ് NM, കേച്ചേരി യൂണിറ്റ് ഇൻചാർജ് ഇബ്രാഹിം പഴവൂർ, കുന്നംകുളം മേഖലാ ട്രഷറർ ജോജിൻ രാജ്, ബിജു ആൽഫ, സിജോ MJ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം UBA പ്രബലൻ, മേഖലാ കമ്മിറ്റി അംഗം VR ഋഷി എന്നിവരെ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ പൊന്നാടണിയിച്ച് ആദരിച്ചു. യൂണിറ്റ് അംഗം സുമേദ് AM ആമുഖ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി EA അനസ് സ്വാഗതവും ട്രഷറർ MJ നിജോ നന്ദിയും പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിൽ ജൈവവൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ കർമ്മ പദ്ധതി രൂപീകരണത്തിന് തുടക്കമായി. പ്രാഥമികം, ദ്വിതീയം എന്നിങ്ങനെ 2 തലങ്ങളിലായാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത്. പ്രാഥമിക തലത്തിൽ ജനപ്രതിനിധികൾ, BMC അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർക്കായി ഏകദിന ശില്പശാലയോടുകൂടിയാണ് തുടക്കം കുറിച്ചത്. പദ്ധതിയുടെ ഭാഗമായുള്ള ശില്പശാല മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അധ്യക്ഷനായി. ജൈവവൈവിധ്യ ബോർഡ് തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് വിഷയാവതരണം നടത്തി. ജനപ്രതിനിധികളായ NB ജയ, സീമ ഷാജു, രാജി മണികണ്ഠൻ, PM അബു, ശ്രീബിത ഷാജി, ലിസി വർഗീസ്, ജീന അശോകൻ, സുന്ദരൻ കരുമത്തിൽ, ഷാലി ചന്ദ്രശേഖരൻ, ജൈവവൈവിധ്യ പരിപാലന സമിതി കൺവീനർ CT ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 4 മുതൽ 13 വരെ സംഘടിപ്പിക്കുന്ന വാർഡ് തല ഫോക്കൽ ഗ്രൂപ്പ് ചർച്ചകളിൽ പരമ്പരാഗത അറിവുടമകൾ, കർഷകർ, മത്സ്യബന്ധനം നടത്തുന്നവർ, സാമൂഹ്യ സേവകർ, അധ്യാപകർ, ഗവേഷകർ എന്നിവർ പങ്കെടുക്കും. ദ്വിതീയ തലത്തിൽ ലഭ്യമായ അറിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ജൈവവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാനുതകുന്ന കർമ്മ പദ്ധതികൾ അവസ്ഥാ വിശകലനത്തിലൂടെ കണ്ടെത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച തീരുമാനം സഹിതം സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. അംഗീകാരം ലഭിച്ച ജൈവവൈവിധ്യ പരിപാലന കർമ്മ പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന്റെയും അനുബന്ധ വകുപ്പുകളുടെയും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമയബന്ധിതമായി നടപ്പിലാക്കും. അതത് വകുപ്പുകളുടെ നിർവഹണ ഉദ്യോഗസ്ഥരാണ് പദ്ധതി നടപ്പിലാക്കുക. 2 ലക്ഷം രൂപയാണ് ജൈവവൈവിധ്യ ബോർഡ് കർമ്മ പദ്ധതി രൂപീകരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. 142 വർഷത്തിലേറെ പഴക്കമുള്ള ഒരുമനയൂർ മാങ്ങോട്ട് AUP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചരിത്രത്തിലാദ്യമായി ഒന്നിക്കുന്നു. ഞായറാഴ്ച രാവിലെ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന മഹാസംഗമം നടൻ ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്യും. 500-ലേറെ പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടന്നു. ഇന്ദിരാഭവനിൽ നടന്ന അനുസ്മരണം മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവിയുടെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് PC ഗംഗാധരൻ, ബ്ലോക്ക് സെക്രട്ടറി ഹുസൈൻ പുളിയഞ്ഞാലിൽ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രദീപ് ചെറുവാശ്ശേരി, CV മണികണ്ഠൻ, സജീഷ് കളത്തിൽ, അനസ് പാറയിൽ, കോയ മൈലാടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷ KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK പ്രസാദ്, ജനറൽ സെക്രട്ടറി VU ശ്രീകാന്ത്, സംസ്ഥാന സെക്കൻഡറി വിഭാഗം കൺവീനർ ഡോക്ടർ അബിപോൾ, സംസ്ഥാന വനിതാ വിഭാഗം കൺവീനർ P ശ്രീദേവി, ട്രഷറർ S സുനിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് PC വർഗീസ്, പെൻഷനേഴ്സ് സംഘ് ഭാരവാഹി ഗോവിന്ദൻകുട്ടി, NGO സംഘ് നിർവാഹക സമിതി അംഗം രാജീവ് തങ്കപ്പൻ, ശ്യാംപ്രസാദ്, സിജോ PM തുടങ്ങിയവർ സംസാരിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങളും
ശമ്പള പരിഷ്കരണവും അടിയന്തരമായി അനുവദിക്കുക. 2015 ശേഷമുള്ള മുഴുവൻ അധ്യാപകർക്കും ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക. കോൺട്രിബ്യൂട്ടറി പെൻഷൻ ഒഴിവാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക. ചർച്ച കൂടാതെ പ്രഖ്യാപിച്ച ഉച്ചഭക്ഷണ മെനുവിനുള്ള പണം അനുവദിക്കുക. LP UP സംസ്കൃതം സ്കോളർഷിപ്പ് ഉടൻ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കേരള പ്രവാസി സംഘം ചാവക്കാട് ഏരിയ സമ്മേളനം ഞായറാഴ്ച രാവിലെ 9-ന് ഗുരുവായൂർ നഗരസഭ സെക്യുലർ ഹാളിൽ കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ M കൃഷ്ണദാസ്, കൺവീനർ ബാഹുലയൻ പള്ളിക്കര, ട്രഷറർ PM യഹിയ എന്നിവർ അറിയിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,060 രൂപ, പവന് 72,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 121 രൂപ. ചരമം. പുന്നീർകുളം ചെറായി പരേതനായ മാമ്പറ്റ് കണ്ടക്കുട്ടിയുടെ മകൻ പ്രസാദ് നിര്യാതനായി. 51 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധ ഭാര്യയും അതുൽ കൃഷ്ണ, അതുല്യ എന്നിവർ മക്കളുമാണ്. കാണിയാമ്പാൽ ചീരംകുളം ക്ഷേത്രത്തിന് സമീപം മണിയന്തര മാക്കു മാധവി ദമ്പതികളുടെ മകൻ ചന്ദ്രൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലളിത ഭാര്യയും പ്രിയ ജയശ്രീ എന്നിവർ മക്കളുമാണ്. വടക്കേക്കാട് മുപ്പടയിൽ അഹമ്മുവിന്റെ മകൻ അബൂബക്കർ നിര്യാതനായി. 67 വയസ്സായിരുന്നു. ജമീലയാണ് ഭാര്യ. ഖബറടക്കം നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ അയ്യന്തോൾ മാർക്കറ്റിന് സമീപമുണ്ടായ അപകടത്തിൽ ബസ് തലയിൽ കൂടി കയറി ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ എൽത്തുരുത്ത് ലാലൂർ സ്വദേശി 32 വയസ്സുള്ള ആബേലാണ് മരിച്ചത്. സംഭവത്തിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി. ചൂണ്ടൽ ചിറപ്പറമ്പിൽ നിന്നും ലക്ഷങ്ങളുമായി വൻ ചീട്ടുകളി സംഘത്തെ പിടികൂടി. 16 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നും 17,70,000-ലധികം രൂപയും മൊബൈൽ ഫോണുകളും പോലീസ് സംഘം പിടിച്ചെടുത്തു. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച് കേരളത്തെ പട്ടിണിയിലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AIYF ദേശീയ കൗൺസിൽ അംഗം പ്രസാദ് പറേരി. ഓണത്തിനുള്ള അരിവിഹിതം നിഷേധിച്ച കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുര്യച്ചിറയിലെ സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.